സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിൽ ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതായ ഒരു സംഭവം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ലോകം വല്ലാത്ത വഷളത്വത്തിലേക്ക് പോയി. സകല മനുഷ്യരും ദൈവത്തെ മറന്നിട്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുവാൻ ആരംഭിച്ചു. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഒന്നാമത്, അവർ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. രണ്ടാമത്, ആ കാലത്ത് ഭൂമിയിൽ വളരെയധികം മല്ലന്മാർ ഉണ്ടായിരുന്നു. മൂന്നാമത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതാണെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതാണെന്നും പകൽ പോലെ സത്യമായ ഒരു കാര്യമായി. എന്നാൽ ആ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് ദൈവനിയോഗിതനായി താൻ ഒരു വലിയ പെട്ടകം നിർമ്മിച്ചു. അദ്ദേഹം ദൈവം പറഞ്ഞതനുസരിച്ച് എല്ലാ മനുഷ്യരോടും പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. ഒരു വലിയ ജലപ്രളയം വരുവാൻ പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ ഉണ്ടാക്കുന്നതായ ഈ പെട്ടകത്തിൽ നിങ്ങളെല്ലാവരും പ്രവേശിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. എന്നാൽ ഇത് കേട്ട മനുഷ്യരൊക്കെ അദ്ദേഹത്തെ ഭോഷൻ എന്ന് വിളിച്ച് കളിയാക്കി. അദ്ദേഹം പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞു. മഴ എന്താണെന്ന് അറിയാൻ പാടില്ലാതിരുന്ന ആ സമൂഹം മഴയെപ്പറ്റി പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ആ പ്രസംഗിച്ച ആളെ വെറും ഭോഷനാക്കി ചിത്രീകരിച്ചു. ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചില്ല. അങ്ങനെ ദീർഘനാളുകൾ അദ്ദേഹം പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചതിൻ്റെ അവസാനമായി ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. ഈ മനുഷ്യരാരും നിന്റെ വാക്കുകൾ അനുസരിക്കുന്നവരല്ല. അതുകൊണ്ട് നീ ഉണ്ടാക്കിയ പെട്ടകത്തിൽ നീയും നിന്റെ ഭാര്യയും നിന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും പ്രവേശിക്കുക. അതോടൊപ്പം ദൈവം അയക്കുന്ന സകല പക്ഷിമൃഗാദികളും അതിലേക്ക് പ്രവേശിക്കും. അവയുടെ എണ്ണത്തിനൊത്തവണ്ണം അവ പ്രവേശിക്കും. അങ്ങനെ താൻ ചെയ്തു. ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. അന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ മഴ പെയ്യുവാൻ ആരംഭിച്ചു. ജലപ്രളയമുണ്ടായി. അന്ന് ഭൂമിയിലുണ്ടായിരുന്ന സകല മനുഷ്യരും, പെട്ടകത്തിനുള്ളിലുള്ള 8 മനുഷ്യരൊഴികെയുള്ള എല്ലാവരും ഈ വലിയ ജലപ്രളയത്തിൽ പട്ടുപോയി. ഈ ചരിത്രം വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 6, 7, 8 എന്നീ അധ്യായങ്ങളിൽ വളരെ സവിസ്തരമായി വിവരിച്ചിട്ടുണ്ട്. അന്ന് ലോകം മുഴുവൻ പ്രസംഗിച്ച് നടന്ന നോഹ എന്ന് പറയുന്ന മനുഷ്യൻ ഭോഷനാണെന്ന് ജനം വിധിയെഴുതി. എന്നാൽ വാസ്തവത്തിൽ സംഭവിച്ചതെന്താണ്? ആരാണ് ഭോഷന്മാരായി തീർന്നത്? ദൈവവചനം അനുസരിച്ച നോഹയും കുടുംബവും വാസ്തവത്തിൽ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലായിരുന്നു ദൈവം അവരെ കണക്കാക്കിയത്. എന്നാൽ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ സകല മനുഷ്യരും ഭോഷന്മാരായി തീർന്നു. ഈ കാര്യം പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു വാക്യം ഓർമ്മയിലേക്ക് വരികയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ഈ കാലത്തും സംഭവിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുകയും വരുവാനുള്ള വലിയ ന്യായവിധിയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നവരെ ഭോഷന്മാർ എന്ന് മുദ്രകുത്തി അവരെ അവഹേളിക്കുന്ന ഒരു സ്ഥിതി എല്ലായിടങ്ങളിലും നാം കാണുകയാണ്. എന്നാൽ വാസ്തവത്തിൽ ഭോഷന്മാർ ആരായിരുന്നു എന്നുള്ളത് നോഹയുടെ കാലം നമ്മെ വിളിച്ചറിയിക്കുന്നു. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ആരാണ് നശിച്ചു പോകുന്നത്? ദൈവവചനത്തെ അനുസരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന സകല മനുഷ്യരുടെയും ആത്മാക്കൾ അന്ത്യന്യായവിധിക്ക് ശേഷമായി നിത്യനാശത്തിലേക്ക് പോകുന്നു. നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. പാപികളായ മനുഷ്യവർഗത്തിന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗമായ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുമ്പോൾ ഓർമ്മിക്കുക, ഒരു വലിയ നാശത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിത്യമായ നാശം. ആ നിത്യമായ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല.
കാരണം പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ദൈവവചനത്തിന്റെ അലംഘനീയമായ നിയമമാണ്. എന്നാൽ ഒരു പാപിക്ക് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്ന് സകല മനുഷ്യർക്കു വേണ്ടിയും കാൽവറി ക്രൂശിൽ അവരുടെ പാപങ്ങളെ ചുമന്നൊഴിപ്പാൻ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമകനാകുവാൻ സാധിക്കും. ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് ഭോഷന്മാരായി തീരുവാനല്ല, ദൈവവചനത്തെ അംഗീകരിച്ച് ബുദ്ധിയുള്ളവരായി തീർന്ന് ദൈവശക്തി പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ഇരുളിലെന്നെ തഴുകി വന്നു വെണ്ണിലാവായി വിണ്ണിൽ നിന്നും. ഇരുളിലെന്നെ തഴുകി വന്നു വെണ്ണിലാവായി വിണ്ണിൽ നിന്നും. അരികിൽ വന്നു മഞ്ഞല പോൽ ഹൃദയനാഥൻ സ്നേഹമായി. കുളിരണിഞ്ഞു ഹൃദയവും സ്നേഹമേ. എന്നെ തേടി തേടി വന്ന എന്നിടയൻ എൻ്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ